20-ാം നൂറ്റാണ്ടിൻ്റെ മധ്യത്തിൽ ലോകം മുഴുവൻ ഒരു വലിയ കൊടുങ്കാറ്റിൻ്റെ വരവിനായി കാത്തിരിക്കുകയായിരുന്നു. ശാന്തമെന്ന് തോന്നിച്ച അന്തരീക്ഷത്തിൽ മാനവരാശിയുടെ ചരിത്രത്തിലെ ഏറ്റവും വലിയ സംഘർഷങ്ങളിലൊന്നായ രണ്ടാം ലോക മഹായുദ്ധം അതിൻ്റെ കറുത്ത ചിറകുകൾ വിരിക്കാൻ ഒരുങ്ങുന്നുണ്ടായിരുന്നു. ഇതൊരു വെറും യുദ്ധമായിരുന്നില്ല, മറിച്ച് ലോകത്തിൻ്റെ ഗതി മാറ്റി എഴുതിയ ദശലക്ഷക്കണക്കിന് മനുഷ്യരുടെ ജീവിതം തകർത്ത ഒരു ദുരന്ത കഥയായിരുന്നു. ഒന്നാം ലോക മഹായുദ്ധത്തിൻ്റെ കെടുതികളിൽ നിന്ന് കരകയറാൻ ശ്രമിക്കുന്ന ഒരു ലോകമായിരുന്നു അന്ന്. ജർമ്മനിയിൽ ഹിറ്റ്ലർ എന്ന ഏകാധിപതിയുടെ നേതൃത്വത്തിൽ നാസി പാർട്ടിയുടെ വളർച്ച യൂറോപ്പിൽ ഭയത്തിൻ്റെ വിത്തുകൾ പാകി. അവരുടെ ആര്യം വംശീയ മേധാവിത്വവാദങ്ങളും വർഗീയ ചിന്തകളും ലോക സമാധാനത്തിന് ഭീഷണിയായി മാറി. മ്യൂണിക്കിൽ നടന്ന കരാറുകൾക്കും സമാധാന ശ്രമങ്ങൾക്കും അപ്പുറം ഹിറ്റ്ലറുടെ അധിനിവേശ മോഹങ്ങൾ നിയന്ത്രണാതീതമായി വളർന്നു. 1939 സെപ്റ്റംബർ 1 പോളണ്ടിന് നേരെ ജർമ്മനി നടത്തിയ ആക്രമണത്തോടെ ആ ഭീകരമായ അധ്യായം തുറക്കപ്പെട്ടു. ബ്രിട്ടനും ഫ്രാൻസും ജർമ്മനിക്കെതിരെ യുദ്ധം പ്രഖ്യാപിച്ചു. അതൊരു തുടക്കം മാത്രമായിരുന്നു. അതിവേഗം ജർമ്മൻ സൈന്യം ബ്ലീറ്റ്സ് ക്രീഗ് എന്ന തന്ത്രം ഉപയോഗിച്ച് യൂറോപ്പിലെ രാജ്യങ്ങളെ ഒന്നൊന്നായി കീഴടക്കി. ഫ്രാൻസിന്റെ പതനം ലോകത്തെ ഞെട്ടിച്ചു. ബ്രിട്ടൻ തനിച്ചായി. വിൻസ്റ്റൺ ചർച്ചിലിന്റെ നേതൃത്വത്തിൽ അവർ പിടിച്ചു നിന്നു. ലണ്ടനിൽ ബോംബുകൾ വർഷിച്ചപ്പോഴും ബ്രിട്ടീഷ് ജനതയുടെ നിശ്ചയദാർഢ്യം ഒട്ടും കുറഞ്ഞില്ല. കിഴക്കൻ യൂറോപ്പിൽ സോവിയറ്റ് യൂണിയനുമായി ഹിറ്റ്ലർ ഒരു നോൺ അഗ്രഷൻ പാക്ട് ഒപ്പുവെച്ചെങ്കിലും അത് അധികകാലം നീണ്ടുനിന്നില്ല. 1941 ജർമ്മനി സോവിയറ്റ് യൂണിയനെ ആക്രമിച്ചു. സ്റ്റാലിൻഗ്രാഡിലെ കൊടുംതണുപ്പിലും അനേകം ജീവനുകൾ ഹോമിച്ച പോരാട്ടത്തിലും സോവിയറ്റ് സൈന്യം ജർമ്മൻ മുന്നേറ്റത്തെ തടഞ്ഞു. അതൊരു നിർണായക വഴിത്തിരിവായിരുന്നു. അതേസമയം പസഫിക് മേഖലയിലും യുദ്ധത്തിന്റെ കനൽ ആളിക്കത്തി. ഏഷ്യയിൽ ജപ്പാൻ അവരുടെ സാമ്രാജ്യത്വ മോഹങ്ങൾക്കായി അധിനിവേശം വ്യാപിപ്പിച്ചു. 1941 ഡിസംബർ 7 ജപ്പാൻ പേൾ ഹാർബറിലെ അമേരിക്കൻ നാവിക താവളങ്ങളെ ആക്രമിച്ചു. അതോടെ അമേരിക്കയും യുദ്ധത്തിലേക്ക് പ്രവേശിച്ചു. അച്ചുതണ്ട് ശക്തികളായ ജർമ്മനി, ഇറ്റലി, ജപ്പാൻ എന്നിവർക്കെതിരെ സഖ്യകക്ഷികളായ ബ്രിട്ടൻ, അമേരിക്ക, സോവിയറ്റ് യൂണിയൻ എന്നിവർ അണിനിരന്നു. ലോകം 2 ചേരികളായി തിരിഞ്ഞു. കടലിലും കരയിലും ആകാശത്തും യുദ്ധം കൊടുമ്പിരി കൊണ്ടു. നോർത്ത് ആഫ്രിക്കയിൽ നിന്നും ഇറ്റലിയിലേക്കും പിന്നീട് നോർമാൻഡിയയിലേക്കും സഖ്യകക്ഷികൾ മുന്നേറി. 1944 ജൂൺ 6 നടന്ന നോർമാൻഡി ലാൻഡിംഗ് യൂറോപ്പിന്റെ വിമോചനത്തിലേക്കുള്ള നിർണായക ചുവടുവെപ്പായിരുന്നു. ആയിരക്കണക്കിന് സൈനികർ ജീവൻ ബലിയർപ്പിച്ച് മുന്നേറി. ഹിറ്റ്ലറുടെ ഭരണത്തിന് കീഴിൽ നടന്ന ഹോളോകോസ്റ്റ് മാനവരാശിയുടെ ചരിത്രത്തിലെ ഏറ്റവും വലിയ കറുത്ത അധ്യായങ്ങളിൽ ഒന്നായിരുന്നു. ദശലക്ഷക്കണക്കിന് ജൂതന്മാരെയും മറ്റ് ന്യൂനപക്ഷ വിഭാഗങ്ങളെയും കോൺസെൻട്രേഷൻ ക്യാമ്പുകളിൽ വെച്ച് അതിക്രൂരമായി കൊലപ്പെടുത്തി. മനുഷ്യ മനസാക്ഷിയെ ഞെട്ടിച്ച ഈ ക്രൂരതകൾ യുദ്ധത്തിന്റെ ഭീകരതയുടെ ആഴം വർദ്ധിപ്പിച്ചു. 1945 അച്ചുതണ്ട് ശക്തികളുടെ പതനം ആരംഭിച്ചു. കിഴക്ക് നിന്ന് സോവിയറ്റ് സൈന്യവും പടിഞ്ഞാറ് നിന്ന് സഖ്യകക്ഷികളും ജർമ്മനിയെ വളഞ്ഞു. ഏപ്രിൽ 30 ഹിറ്റ്ലർ ആത്മഹത്യ ചെയ്തു. മെയ് 8 1945 ജർമ്മനി നിരുപാധികം കീഴടങ്ങി. യൂറോപ്പിൽ യുദ്ധം അവസാനിച്ചു. എന്നാൽ പസഫിക്കിൽ ജപ്പാൻ കീഴടങ്ങാൻ തയ്യാറായില്ല. യുദ്ധം അവസാനിപ്പിക്കാൻ അമേരിക്ക ഹിരോഷിമയിലും നാഗസാക്കിയിലും അണുബോംബുകൾ വർഷിച്ചു. ഈ 2 നഗരങ്ങളും നിമിഷ നേരം കൊണ്ട് ചാമ്പലായി. ദശലക്ഷക്കണക്കിന് നിരപരാധികൾ മരിച്ചു. ലോകം കണ്ട ഏറ്റവും വലിയ കൂട്ടക്കൊലകളിൽ ഒന്നായിരുന്നു അത്. 1945 ഓഗസ്റ്റ് 15 ജപ്പാൻ കീഴടങ്ങി. അതോടെ രണ്ടാം ലോക മഹായുദ്ധത്തിന് തിരശീല വീണു. 6 വർഷം നീണ്ടുനിന്ന ഈ മഹായുദ്ധം ഏകദേശം 70 ലക്ഷം പേരുടെ ജീവൻ കവർന്നു. ഇത് ലോക രാഷ്ട്രീയത്തിലും സാമൂഹിക ക്രമത്തിലും വലിയ മാറ്റങ്ങൾ വരുത്തി. ഐക്യരാഷ്ട്രസഭ രൂപീകൃതമായി. പല രാജ്യങ്ങളും സ്വാതന്ത്ര്യം നേടി. ഈ യുദ്ധം നമുക്ക് നൽകിയ പാഠം വലുതാണ്. വിദ്വേഷവും വിഭാഗീയതയും ലോകത്ത് ദുരന്തങ്ങൾ മാത്രമേ വിതയ്ക്കൂ. സമാധാനവും സഹവർത്തിത്വവുമാണ് മാനവരാശിയുടെ നിലനിൽപ്പിന് ആധാരം. ഈ ചരിത്ര സത്യം നാം ഒരിക്കലും മറക്കരുത്. രണ്ടാം ലോക മഹായുദ്ധം ഓർമ്മപ്പെടുത്തുന്നത് മനുഷ്യന്റെ അതിജീവന ശേഷിയെക്കുറിച്ചും സമാധാനത്തിന്റെ പ്രാധാന്യത്തെക്കുറിച്ചും കൂടിയാണ്. ഭാവി തലമുറകൾക്ക് സമാധാനപരമായ ഒരു ലോകം കെട്ടിപ്പടുക്കേണ്ടത് നമ്മുടെ എല്ലാം കടമയാണ്. ഇനിയും ഇതുപോലെയുള്ള ലോക സമാധാനത്തെ തകർക്കുന്ന യുദ്ധങ്ങൾ ഉണ്ടാകാതെ ഇരിക്കട്ടെ എന്ന് നമുക്ക് പ്രത്യാശിക്കാം. ഈ വീഡിയോയെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ പങ്കുവയ്ക്കുക. ഈ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്.